ഒരിക്കൽ കൂടി ബയോബേഡിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ +2 സുവോളജി പരീക്ഷ? ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ തന്നെ വളരെ അടിപൊളിയായിട്ട് വളരെ എളുപ്പത്തിൽ മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗംഭീര ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു സ്കോർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത എക്സാം നമ്മുടെ കെമിസ്ട്രി എക്സാമാണ് 2ാം വർഷ വിദ്യാർത്ഥികൾക്ക്. അതിനു വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇന്ന് തന്നെ എല്ലാവരും ആരംഭിക്കുക. ഓക്കെ, അപ്പോൾ വളരെ നല്ല രൂപത്തിൽ എല്ലാവർക്കും എഴുതാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് ആൻസർ ക്യൂ ഒന്ന് നോക്കാം. ഓരോ ക്വസ്റ്റ്യൻ്റെയും ഉത്തരം എങ്ങനെ വരാൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നെയിം ദ ഓറൽ കോൺട്രസെപ്റ്റീവ് ഫോർ ഫീമെയിൽ ഡെവലപ്ഡ് ബൈ CDRI. വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. സഹേലിയാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സാജറേറ്റഡ് റെസ്പോൺസ് ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു സർട്ടൻ ആൻറ്റിജൻസ് പ്രസൻറ്റ് ഇൻ എൻവയോൺമെൻറ്റ് ഈസ് കോൾഡ്. ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, അലർജി. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രൈമറി സെക്സ് ഓർഗാൻ ഇൻ മെയിൽ ടെസ്റ്റിസ് ആണെങ്കിൽ പ്രൈമറി സെക്സ് ഓർഗാൻ ഇൻ ഫീമെയിൽ ഈസ് ഓവറി. ഓക്കെ, അതുപോലെ തന്നെ ലേഡിക് സെൽ ആൻഡ്രോജൻ ആണ്. നമുക്കറിയാം ലേഡിക് സെൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ആൻഡ്രോജൻ. എങ്കിൽ കോർപ്പസ് ലൂറ്റിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണിൻ്റെ പേര് പ്രൊജസ്റ്ററോൺ. ഓക്കെ, ഇതിൽ ഓവറി എന്ന് എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് കിട്ടും, പ്രൊജസ്ട്രോൺ എന്ന് എഴുതി കഴിഞ്ഞാൽ വീണ്ടും ഹാഫ് മാർക്ക് കിട്ടും. ഓക്കെ, ഇനി ഹൗ മെനി തൈമിൻ ബേസസ് വിൽ എ ഡബിൾ സ്ട്രാൻഡഡ് DNA ഹാവ് ഇഫ് ഇറ്റ് ഹാസ് 30 അഡിനിൻ. അഡിനിൻ 30 എണ്ണുണ്ടെങ്കിൽ എത്ര തൈമിൻ ഉണ്ടാവും? അത്ര തന്നെ തൈമിൻ ഉണ്ടാവില്ല അല്ലേ? അഡിനിൻ എപ്പോഴും തൈമിനുമായിട്ട് പെയർ ചെയ്യല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ അഡിനിൻ്റെ എണ്ണവും തൈമിൻ്റെ എണ്ണവും ഈക്വൽ ആയിരിക്കും, 30 തന്നെയാണ് അല്ലേ? സെലക്ട് ദ ജനറ്റിക് ഡിസോർഡർ ഇൻ വിച്ച് ബ്ലഡ് ക്ലോട്ടിംഗ് പ്രോട്ടീൻ ഈസ് അഫക്റ്റഡ് ലീഡിങ് ടു എ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഈവൻ ത്രൂ എ സിമ്പിൾ വൂണ്ട്. മുറിവ് പറ്റിയിട്ട് ധാരാളമായി ബ്ലഡ് നഷ്ടപ്പെടുന്ന അസുഖത്തിൻ്റെ പേര് വളരെ സിമ്പിളാണ്, ഹീമോഫീലിയാണ് കറക്റ്റ് ആൻസർ. ഇതിൽ ഏതെങ്കിലും 3 എഴുതിയാൽ മതി. 3 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടും? 1 മാർക്ക് വീതം 3 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. 5 ക്വസ്റ്റ്യൻ ഉണ്ട്, ഏതെങ്കിലും 3 എഴുതിയാലും മതി. ഓക്കെ, ഇനി പാർട്ട് 2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 9 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യനാണ്. അതിൽ നിങ്ങൾ 6 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ ഏതെങ്കിലും 9 എണ്ണം നിങ്ങൾ എഴുതണം. അതിന് 2 മാർക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓരോ ചോദ്യങ്ങൾക്കും 2 വീതം മാർക്കാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇൻ എ ഡിബേറ്റ് കണ്ടക്റ്റഡ് ഇൻ സ്കൂൾ എ സ്റ്റുഡൻറ്റ് ആർഗ്യൂഡ് ദാറ്റ് എയ്ഡ്സ് ക്യാൻ ബി ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ടച്ച് ഓർ ഫിസിക്കൽ കോണ്ടാക്റ്റ്. എയ്ഡ്സ് ഫിസിക്കലി അല്ലെങ്കിൽ ടച്ച് ചെയ്യുന്നതിലൂടെ, സ്പർശനത്തിലൂടെ പകരുമെന്നാണ് പറയുന്നത്. ഒരു സ്റ്റുഡൻറ്റ് പറയാണ്, ഡു യു അഗ്രി വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്? അപ്പോൾ അതിൻ്റെ ആൻസർ ഇതിൻ്റെ നോ എന്ന് എഴുതണം അല്ലേ? സബ്സ്റ്റാൻഷിയേറ്റ്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? എയ്ഡ്സ് സ്പർശനത്തിലൂടെ സ്പ്രെഡ് ചെയ്യുന്നതല്ല. അതല്ലെങ്കിൽ എയ്ഡ്സ് പകരുന്ന മെത്തേഡ്സിന് ഷോർട്ടൊക്കെ എഴുതാം. ഓക്കെ, നോ എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് ലഭിക്കും. പിന്നെ നെയിം ദ ക്ലിനിക്കൽ ടെസ്റ്റ് യൂസ് ടു ഡയഗ്നോസ് എയ്ഡ്സ്. എയ്ഡ്സ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ടെസ്റ്റിൻ്റെ പേര് എലൈസ ടെസ്റ്റാണ്. ഓക്കെ, അതുപോലെ തന്നെ റൈറ്റ് എനി 1 മെഷേഴ്സ് ടു പ്രിവെൻറ്റ് HIV അല്ലെങ്കിൽ എയ്ഡ്സ് തടയാനുള്ള 3 മാർഗ്ഗങ്ങൾ. ഒരുപാട് മാർഗ്ഗങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു മാർഗ്ഗത്തിൻ്റെ പേര് എഴുതണം. അവോയ്ഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് എഴുതാം, യൂസ് ഓഫ് ദ കോണ്ടംസ് ഒക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി അപ്പോൾ ഇത്രയാണ് ഇതിന് നമുക്ക് ഫില്ല് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ കൊടുത്ത വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. കേർഡിങ്, ഇവിടെ മൈക്രോ ഓർഗാനിസത്തിൻ്റെ പേര് ഇവിടെ തന്നിട്ടുണ്ട്. 2ാമത്തെ കോളത്തിൽ ആ മൈക്രോ ഓർഗാനിസം കൊണ്ടുള്ള ഉപകാരം അല്ലെങ്കിൽ യൂസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് പിന്നെ തൈരായി മാറാൻ വേണ്ടി സഹായിക്കുന്ന മൈക്രോ ഓർഗാനിസം, അതാണ് ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ അല്ലേ? ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ. ഓക്കെ, രണ്ടാമത് ബാസിലസ് തുറിഞ്ചൻസിസ്. അതിൽ കറക്റ്റായി വരുന്നത് ബയോ കൺട്രോൾ ആണ് അല്ലേ? ഇവിടെ വരേണ്ടത് ബയോ കൺട്രോൾ. ഓക്കെ, ആസ്പെർഗില്ലസ് നിഗർ വരുന്നത് സിട്രിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മൈക്രോ ഓർഗാനിസമാണ് ആസ്പെർഗില്ലസ് നിഗർ. ബ്യൂട്ടറിക് ആസിഡ് എന്താണ് കറക്റ്റ് ആൻസർ? ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം അല്ലേ? ഇത് എഴുതി കഴിഞ്ഞാൽ ബ്യൂട്ടറിക് ആസിഡ് കറക്റ്റ് ആൻസറാണ്. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളെ ലാക്ക് ഓപ്പറൂണായിട്ട് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഇൻഡ്യൂസർ എന്നറിയപ്പെടുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസറാണ് ലാക്ടോസ്. അതുപോലെ അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് ലഭിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ O കണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? O എന്ന് പറഞ്ഞതാണ് ഓപ്പറേറ്ററാണ്. അത് എഴുതി കഴിഞ്ഞാൽ
നിങ്ങൾക്ക് ഹാഫ് മാർക്ക് ലഭിക്കും. അതുപോലെ പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊമോട്ടർ റീജിയനാണ്, പ്രൊമോട്ടറാണ്. അത് എഴുതിയാൽ വീണ്ടും ഹാഫ് മാർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. മൊത്തത്തിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി 9ാമത്തെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ABCD ഫില്ല് ചെയ്താൽ മതിയാവും. ഓരോന്നും ഫില്ല് ചെയ്യുമ്പോൾ ഹാഫ് മാർക്ക് കിട്ടും. ഡ്രയോപിത്തിക്കസ് കഴിഞ്ഞാൽ ഇവിടെ രാമാപിത്തിക്കസ് അല്ലേ. അതുപോലെ ഓസ്ട്രലോപിത്തിക്കസ് കഴിഞ്ഞാൽ ഹോമോ ഹബിലിസ്. അതുപോലെ ഇവിടെ വരുന്നത് ഹോമോ ഇറക്റ്റസ്. അതുപോലെ ഇവിടെ ഹോമോ സാപ്പിയൻസ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് 2 മാർക്ക്, വളരെ സിമ്പിളായിട്ട് ഈ ഒരു മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനാണ്. ഇവിടെ ഒരു ജനറ്റിക് കോഡ് തന്നിട്ടുണ്ട്. ഇവിടെ ഏതാണ് സ്റ്റോപ്പ് കോഡോൺ, ഏതാണ് ഇനീഷ്യേറ്റർ കോഡോൺ ചോദിച്ചിട്ടുണ്ട്. സ്റ്റോപ്പ് കോഡോൺ ഏതിലാണ്? ഒന്ന് UAA, അതുപോലെ UAG, UGA, UGA. ഇത് 3 എഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും 1/2 മാർക്ക് വീതം നമുക്ക് 1.5 മാർക്ക് കിട്ടും. പിന്നെ ഇനീഷ്യേറ്റർ കോഡ് എന്താണ്? AUG ആണ്. ഇത് എഴുതിയാൽ വീണ്ടും ഹാഫ് മാർക്ക്, 2 മാർക്ക്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി അതിലും വളരെ സിമ്പിളായൊരു ക്വസ്റ്റ്യനാണ്. സിഫ്റ്റിൻ്റെ ഫുൾ ഫോം എഴുതി കഴിഞ്ഞാൽ, സിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സൈഗോട്ട് ഇൻട്രാ ഫലോപ്പിയൻ ട്രാൻസ്ഫർ. ഇക്സിൻ്റെ ഫുൾ ഫോം ഏതാണ്? ഇൻട്രാ സൈറ്റോപ്ലാസ്മിക് സ്പേം ഇഞ്ചക്ഷൻ. ഓക്കെ, അത് എഴുതി കഴിഞ്ഞാൽ ഓരോന്നിനും 1 മാർക്ക് വീതം നമുക്ക് ലഭിക്കും. 1 മാർക്ക് ഇതിനും കിട്ടും, 1 മാർക്കിന് 2 മാർക്ക്. വെരി 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 സിമ്പിളാണ്. ഓക്കെ, ഇനി മാച്ച് ദ ഫോളോവിങ് ആണ്. നമ്മുടെ ഇന്നേറ്റ് ഇമ്മ്യൂണിറ്റിയെ ബന്ധപ്പെട്ട ഫിസിക്കൽ ബാരിയേഴ്സ്, അതാണ് സ്കിന്നുമായിട്ട് വരുന്നത് കണക്റ്റിലെ. ഫിസിക്കൽ ബാരിയറിൻ്റെ എക്സാമ്പിളാണ് സ്കിന്ന്. ഫിസിയോളജിക്കൽ ബാരിയറിൻ്റെ എക്സാമ്പിളാണെന്ത്? സലൈവ ഇൻ മൗത്തും ആൻറ്റിബോഡികളും അല്ലേ. ഓക്കെ, ഇനി അതുപോലെ തന്നെ സെല്ലുലാർ ബാരിയറിന് എക്സാമ്പിളാണെന്ത്? ന്യൂട്രോഫിലുകൾ. അതുപോലെ സൈറ്റോകൈൻ ബാരിയർ ആണ് എന്ത്? ഇൻ്റർഫെറോൺ. ഇത് കൃത്യമായിട്ട് എഴുതി കഴിഞ്ഞാൽ ഓരോന്നും കറക്റ്റ് ആയി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് വീതം നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, അതിലും വളരെ സിമ്പിളായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമ്മൾ തന്നിരിക്കുന്നത്. ഇവിടെ പെഡിഗ്രി അനാലിസിസിലെ സിംബലുകളുടെ മീനിങ് ആണ്. ഇതിൽ ഒന്നാമത്തേത് മെയ്റ്റിംഗ്. ഓക്കെ, ഇത് മെയ്റ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ് അല്ലെങ്കിൽ കോൺസാങ്ഗ്യുനസ് മേറ്റിംഗ് എന്ന് പറയും. ഇതെന്താണ്? അഫക്റ്റഡ് ഫീമെയിൽ. ഇതോ ദിസ് ഈസ് എ സിമ്പിൾ ഫോർ മെയിൽ. ഓക്കെ, ഓരോന്നിനും ഹാഫ് മാർക്ക് വീതം ഫുൾ മാർക്കിൽ എളുപ്പത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ഇനി 14ാമത്തെ ക്വസ്റ്റ്യനാണ്. നല്ലൊരു ക്വസ്റ്റ്യനാണ് 14ാമത്തത്. ഇവിടെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രം തന്നിട്ടുണ്ട്. ഓക്കെ, ഈ ഡയഗ്രം തന്നിട്ട് ഇവിടെ ചില ചോദ്യങ്ങളാണ്. നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് അത്യാവശ്യം കണ്ടന്റ് പഠിച്ച ആൾക്കാർക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. സിമ്പിൾ ടോപ്പിക്കാണ് അല്ലേ. ഫിംഗർ ലേക്ക് പ്രൊജക്ഷൻ ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ദ ഓവം. ഓവം കളക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഫിംഗർ ലേക്ക് പ്രൊജക്ഷൻ്റെ പേരാണിത് ഫിംബ്രിയെ. ഓക്കെ, രണ്ടാമത് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് വിത്ത് നാരോ ല്യൂമൻ ദാറ്റ് ജോയിൻ വിത്ത് യൂട്രസിനോട് ചേരുന്ന ഫലോപ്പിയൻ ട്യൂബിൻ്റെ ഭാഗം. അപ്പോൾ ഇൻഫെൻറ്റിബുലം ആംബ്യുല ഇസ്മസ് ആണ് കറക്റ്റ് ആൻസർ അല്ലേ. ഇസ്മസ് ആണ് കറക്റ്റ് ആൻസർ. ഫണൽ ഷേപ്ഡ് പാർട്ട് ഓഫ് ദ ഓവിഡക്റ്റ് ദാറ്റ് സീൻ നിയർ ദ ഓവറി. അതാണെന്ത്? ഇൻഫെൻറ്റിബുലം അല്ലേ. ഇൻഫെൻറ്റിബുലം. ആൻഡ് സൈറ്റ് ഓഫ് ദ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സ്ഥലത്തിൻ്റെ പേര് ആംബ്യുള. ഓരോന്നും എഴുതി കഴിഞ്ഞാൽ ഹാഫ് മാർക്ക് വീതം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കും. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ്. സ്നാപ്ഡ്രാഗൺ പ്ലാന്റ്സ് ഹാവ് എ റെഡ് ഫ്ലവേഴ്സ് ആൻഡ് വൈറ്റ് ഫ്ലവേഴ്സ്. If red flower plant crossed with the white flowers, the F1 generation produced pink color. Okay, name this pattern of inheritance. എന്താണ് ആൻസർ? ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാഫ് മാർക്ക് ലഭിക്കും. ആൻഡ് റൈറ്റ് ദ ജീനോട്ടിപ്പിക് ആൻഡ് ഫിനോട്ടിപ്പിക് റേഷ്യോ. ജീനോട്ടിപ്പിക് റേഷ്യോയും ഫിനോട്ടിപ്പിക് റേഷ്യോ രണ്ടും ഒരുപോലെയാണ്. 1:2:1. ഓക്കെ, നിങ്ങൾ 1:2:1 മാത്രം ഇതേ മാർക്ക് എത്രമാത്രം തരും എന്നുള്ളത് പറയാൻ പറ്റില്ല. പക്ഷേ രണ്ടും സ്പെസിഫിക് ആയിട്ട് ഫിനോട്ടിപ്പിക് റേഷ്യോ 1:2:1 ആണ്. ജിനോട്ടിപ്പിക് റേഷ്യോ രണ്ടും 1:2:1 ആണ് എന്ന് എഴുതിയാലായിരിക്കും നിങ്ങൾക്ക് ഫുൾ മാർക്ക് ലഭിക്കുക. ഓക്കെ, 2 മാർക്കും. ഓക്കെ, അതുപോലെ തന്നെ 16ാമത്തെ ക്വസ്റ്റ്യനാണ്. P² + 2PQ + Q² = 1. ഈ കാണിച്ചിരിക്കുന്നത് ഏത് പ്രിൻസിപ്പിളിൻ്റെ ഇക്വേഷൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നെയിം ദ പ്രിൻസിപ്പിൾ. എന്താണ് ആൻസർ? ഹാർഡി വെയ്ൻബർഗ് ഇക്വിലിബ്രിയം അല്ലേ. ആൻഡ് അത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1/2 മാർക്കാണ് ലഭിക്കുക കേട്ടോ. ഇനി മെൻഷൻ എനി 3 ഫാക്ടേഴ്സ്. ഇതിനെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും 3 ഫാക്ടർ എഴുതണം.
ഓരോ ഫാക്ടറിനും അര മാർക്ക് വീതം കിട്ടും. ഉദാഹരണമായിട്ട് മ്യൂട്ടേഷൻ ഒരു ഫാക്ടറാണ്, എഴുതിയാൽ ഹാഫ് മാർക്ക് കിട്ടും. റീകോമ്പിനേഷൻ വേറൊരു ഫാക്ടറാണ്, ഇത് എഴുതിയാൽ ഹാഫ് മാർക്ക് കിട്ടും. അതുപോലെ തന്നെ നാച്ചുറൽ സെലക്ഷൻ ഉണ്ട്, ജനറ്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്, അതുപോലെ വേണമെങ്കിൽ എന്ത് എഴുതാം, മൈഗ്രേഷൻ ഒക്കെ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ഇത്രയാണ് 16 വരെയുള്ള ക്വസ്റ്റ്യൻസ്. ഇതിൽ 9 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോന്നും 2 മാർക്ക് വീതം 18 മാർക്ക് വളരെ സിമ്പിളായി നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ വളരെ വളരെ സിമ്പിളാണ്. ഐഡൻറ്റിഫൈ എ ആൻഡ് ബി. ഈ 2 ചിത്രവും എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. എ എന്താണ്? കോപ്പർ ടീ ആണ് അല്ലേ, CUT എന്നോ കോപ്പർ ടീ എന്നോ എഴുതാം. ബി എന്താണ്? ട്യൂബെക്ടമി ആണ് അല്ലേ, ട്യൂബെക്ടമി. ഇതൊക്കെ കുറച്ച് അല്പം വല്ലാതെ എളുപ്പമായി പോയിട്ടുണ്ട്, കാരണം ഇവിടെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. എ ഒരു IUD ആണ്, ബി സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയർ ഇൻ മെയിൽ എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. അപ്പോൾ ഇത് രണ്ടും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്കായിരിക്കും ലഭിക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ 2 മാർക്ക് കിട്ടും. എക്സാമിന് ആൻസർ കീ ഗവൺമെൻറ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കാം. അടുത്തതാണ് അമ്നിയോസെൻറ്റൻസ് ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഈസ് ബാൻഡ് ഇൻ അവർ കൺട്രി. ദിസ് ബാൻ ഈസ് നെസസറി കമൻറ്റ്. ഓക്കെ, അപ്പോൾ അമ്നിയോസെൻറ്റൻസ് ബാൻ ചെയ്യാൻ കാരണം എന്താണ്? അമ്നിയോസെൻറ്റൻസ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളുടെ സെക്സ് ഡിറ്റർമിൻ ചെയ്തിട്ട് പെൺകുഞ്ഞുങ്ങളാണെങ്കിൽ അവരെന്ത് ചെയ്യും? കൊന്നുകളയും. അതാണ് ഫീമെയിൽ ഫീറ്റിസൈഡ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇത് ആവശ്യമില്ലാത്തതാണ്, ഇത് ബാൻ ചെയ്യേണ്ടതാണെന്ന് എഴുതി കഴിഞ്ഞാൽ ഇതിന് 1 മാർക്ക് കിട്ടും. മിക്കവാറും ഇതിന് 1 മാർക്ക്, കോപ്പർട്ടി എഴുതിയ 1 മാർക്ക്, ട്യൂബെക്ടമി അല്ല കേട്ടോ, ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയിട്ടുണ്ട്, കറക്റ്റ് ചെയ്യണം. ഇവിടെ വാസെക്ടമി അല്ലേ, വാസെക്ടമി അല്ലേ, ഇത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക്. ഓരോന്നിനും 1 മാർക്ക് വീതമായിരിക്കും മിക്കവാറും ഉണ്ടാവുക. ഒഫീഷ്യലായുള്ള ആൻസർ കീ വന്നാൽ നമുക്ക് പറയാൻ സാധിക്കും. ഇനി വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ, 18ാമത്തെ ക്വസ്റ്റ്യൻ. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് ദ എക്സ്പെരിമെൻറ്റ്. എക്സ്പെരിമെൻറ്റിൻ്റെ പേരെന്താണ്? ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് അല്ലേ, ഹെർഷി ആൻഡ് ചേസ് എക്സ്പെരിമെൻറ്റ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിന് 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വാട്ട് വാസ് ദ എയിം ഓഫ് ദിസ് എക്സ്പെരിമെൻറ്റ്? ഈ എക്സ്പെരിമെൻറ്റിൻ്റെ എയിം എന്താണ്? DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. എന്താണ്? GNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സ്പെരിമെൻ്റ് ആണ് ഇത്. ഓക്കെ, ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് 3ാമത്തെ ക്വസ്റ്റ്യനാണ്. എ എന്താണ്? ബി എന്താണ്? സി എന്താണ്? ഓക്കെ, ഇവിടെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫെക്ഷൻ ആണ് അല്ലേ, എ എന്ന് പറഞ്ഞാൽ ഇൻഫെക്ഷൻ. ബി ബ്ലെൻഡിങ്. സി എന്താണ്? സെൻട്രിഫ്യൂഗേഷൻ. ഓക്കെ, ഇത് 3 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് ലഭിക്കും. അപ്പോൾ ഇതൊരു 3 മാർക്കിന് വളരെ സിമ്പിളായ ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ 19ാമത്തെ ക്വസ്റ്റ്യനാണ് വളരെ വളരെ സിമ്പിളായിട്ടുള്ള, നമ്മൾ എപ്പോഴും പറയുന്ന ബയോഡൈവേഴ്സിറ്റിയിലെ സാധാരണ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസാണ്. ലിസ്റ്റ് ഔട്ട് 4 മേജർ കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസ്. ഓരോന്നും എഴുതണം അല്ലേ. ഇത് 4ഉം എഴുതുന്നതിന് നിങ്ങൾക്ക് 2 മാർക്കായിരിക്കും ലഭിക്കുക. ഒന്ന് ഹാബിറ്റാറ്റ് ലോസ് അല്ലേ, ഹാബിറ്റാറ്റ് ലോസ് അല്ലേ. 2 ഓവർ എക്സ്പ്ലോയിറ്റേഷൻ അല്ലേ, നമ്മൾ പഠിച്ചതാണ്, ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. 3 ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. 4 കോ എക്സ്റ്റിങ്ഷൻ. ഇത് 4 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് ലഭിക്കും. അതുകൂടാതെ മെൻഷൻ 2 മേജർ അപ്രോച്ചസ് ടു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ. 1 ഇൻസിറ്റു കൺസർവേഷനാണ്, 2 എക്സിറ്റു കൺസർവേഷനാണ്. ഇത് 2 എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും 1 മാർക്ക് കൂടി കിട്ടും. ഓക്കെ, ഇനി 20ാമത്തെ ക്വസ്റ്റ്യനാണ്, ലാസ്റ്റ് ക്വസ്റ്റ്യനാണ്. വാട്ട് ഈസ് മെയിൽ ഹെട്രോഗ്യാമേറ്റ്? മെയിൽ ഹെട്രോഗ്യാമേറ്റ് എന്ന് പറഞ്ഞാൽ മെയിൽ പ്രൊഡ്യൂസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്. മെയിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അവസ്ഥയെ വിളിക്കുന്ന പേരാണിത് മെയിൽ ഹെട്രോഗ്യാമേറ്റ്. അതിന് നമുക്കൊരു മാർക്ക് കിട്ടും അല്ലേ. ഹൗ ഈസ് സെക്സ് ഡിറ്റർമിൻ ഇൻ മാൻ? മനുഷ്യരിൽ എങ്ങനെയാണ് സെക്സ് തീരുമാനിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ XX XY ഒക്കെ എഴുതിയിട്ട് ആ ഒരു പിന്നെ ക്രോസിംഗ് ഉണ്ടല്ലോ, അത് എഴുതി കാണിച്ചാൽ മതിയാവും. ഓക്കെ, അതിന് വീണ്ടും 1 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും. ഇനി ഈ സ്പേം ഓർ എഗ് റെസ്പോൺസിബിൾ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ചിക്സ്. എക്സ്പ്ലെയിൻ. ചിക്സുകളിൽ, ബേഡ്സുകളിലൊക്കെ സ്പേമാണോ ഓവമാണോ സെക്സ് തീരുമാനിക്കുന്നത് എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. അപ്പോൾ ഇൻ ബേഡ്സിൻ്റെ കേസിൽ ഇറ്റ് ഈസ് ദ എഗ് വിച്ച് ഡിസൈഡ് ദ സെക്സ് അല്ലേ. എഗ്ഗാണ് സെക്സ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ എഗ്ഗാണ് എന്ന് എഴുതിയും വേണം. പോരാത്തതിന് അതിന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യണം. കാരണം എന്താണ്? ഇൻ ബേഡ്സിൽ
എഗ് പ്രൊഡ്യൂസ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് അല്ലേ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതി വെക്കുക. ZW വെച്ചിട്ട് അതിൻ്റെ ക്രോസിങ് കാണിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇൻ കേസ് ഓഫ് ബേർഡ്സ് അല്ലെങ്കിൽ ചിക്സ് ദ ഫീമെയിൽ പ്രൊഡ്യൂസ് 2 ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ് വിത്ത് Z ആൻഡ് വിത്ത് W. സോ ദ സെക്സ് ഇസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ വാട്ട് കൈൻഡ് ഓഫ് ഓവം ഈസ് പ്രൊഡ്യൂസ്ഡ് എന്ന് എഴുതി കഴിഞ്ഞാലും മതിയാവും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ 20 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് ഫുൾ മാർക്കിന് വാങ്ങാവുന്ന ഈ അടുത്ത കാലത്ത് വന്നതിൽ ഏറ്റവും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും നന്നായി നല്ല രൂപത്തിൽ അടുത്തൊരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.